സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് SBI നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതോടെ BJP പ്രതിരോധത്തിലായി. ബോണ്ടുകളുടെ 75% ലഭിച്ചത് BJPക്കാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പണം നൽകിയത് വമ്പൻ കമ്പനികളാണെന്നും പട്ടികയിൽ നിന്ന് വ്യക്തമാണ്. ഹൈവേ, തുരങ്ക നിർമ്മാണ കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ, ഖനി, റിയൽ എസ്റ്റേറ്റ് കമ്പനികളും പട്ടികയിലുണ്ട്. വിഷ്ണു തലവൂരുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിഷ്ണു, ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കേന്ദ്രത്തിന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു നേരിട്ടിരുന്നത്. ഈ BJPക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു നേരിട്ടിരുന്നത്. ഇപ്പോൾ ഈ പട്ടിക കൂടി പ്രസിദ്ധീകരിച്ചതോടെ കൂടുതൽ BJP പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഈ പട്ടികയിൽ ഒന്നാം ഭാഗത്തിൽ പറയുന്നത് ഇതിൽ ഈ കമ്പനികളുടെ കാര്യമാണ്, രണ്ടാം ഭാഗത്തിൽ പറയുന്നത് ഇപ്പോൾ നൽകിയ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോഴും നിരവധി ആശയക്കുഴപ്പങ്ങളും വ്യക്തതക്കുറവുകളും ഒക്കെ തന്നെ ഈ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ലഭിക്കുന്ന മറ്റ് വിവരങ്ങൾ? കീർത്തി, തീർച്ചയായിട്ടും ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് വലിയ ആശയക്കുഴപ്പത്തിനും നിരവധി ചോദ്യങ്ങൾക്കും തന്നെയാണ് വഴിവെക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കൃത്യമായി തന്നെ സുപ്രീം കോടതി പോലും കൃത്യമായി തന്നെ പറഞ്ഞത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആരൊക്കെയാണ് പണം നൽകുന്നത് എന്നറിയാനുള്ള അവകാശമുണ്ട് എന്നതാണ്. ഇക്കാര്യം തന്നെയാണ് ഹർജിക്കാരും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇന്നലത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അത് രണ്ട് പാർട്ടായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ് 2019 മുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് എന്നത് മാത്രമാണ് ആദ്യത്തെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പട്ടിക എന്ന് പറയുന്നത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ കോർപ്പറേറ്റുകൾ, ഏതൊക്കെ പാർട്ടികൾക്ക് ആണ്, രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പണം നൽകിയത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളോ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പട്ടിക പുറത്തു വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി കമ്പനികൾ, അതായത് ഏറ്റവും പ്രമുഖ കമ്പനികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത്. അതിൽ തന്നെ മിക്ക കമ്പനികൾക്കെതിരെയും, അതായത് ഏറ്റവും കൂടുതൽ തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്ന കമ്പനികൾ, ആ കമ്പനികൾക്കെതിരെ ഏതെങ്കിലും തലത്തിൽ അന്വേഷണം നേരിടേണ്ടി വന്ന കമ്പനികളാണ്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയതിനു ശേഷം ആ കമ്പനികൾക്ക് ചില കരാറുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയാണ്. ഈ സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാവുന്ന പോലെ ലോട്ടറി രാജാവ്, വലിയ വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിക്കെതിരെ 2022 അന്വേഷണം, എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം വരുന്നു. ഈ അന്വേഷണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രത്തോളം വലിയ തുകയ്ക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിക്കൂട്ടിയത്. അത് ഏകദേശം 1300 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയത്. അത്തരത്തിൽ മറ്റ് നിരവധി കമ്പനികളും, വേദാന്ത ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വലിയ തുകയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം നേരിടേണ്ടി വന്ന കമ്പനികൾ വലിയ തോതിൽ അന്വേഷണം, എൻഫോഴ്സ്മെൻറ്റിൻ്റെ അടക്കം റെയ്ഡുകൾ വന്നതിന് തൊട്ട് പിന്നാലെയാണ് വലിയ തുകയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഈ കമ്പനികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം കിറ്റെക്സും വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 2023 ജൂലൈ 5 മാത്രം കിറ്റെക്സ് വാങ്ങിച്ചത് 15 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനിയും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരാനാണ് ഹർജിക്കാരുടെ തീരുമാനം. CPIM-ഉം അതോടൊപ്പം തന്നെ ADR-ഉമാണ് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത്. എന്തായാലും സാന്റിയാഗോ മാർട്ടിൻ്റെ ഈ ഒരു ഇത്രത്തോളം വലിയ തുകയ്ക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയതിൽ വലിയ സംശയങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇതേ സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടുന്നത് സാന്റിയാഗോ മാർട്ടിനെതിരെ അന്വേഷണം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രത്തോളം വലിയ തുകയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്.